9 മണി വാർത്ത ആരംഭിക്കുകയാണ്. വളരെ വേഗത്തിൽ വാർത്തകളുടെ തലക്കെട്ടുകൾ നോക്കാം. കുമ്പള ടോൾ പിരിവിൽ ആക്ഷൻ കമ്മിറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ. നിയമവാഴ്ചയെ വെല്ലുവിളിച്ചുകൊണ്ടല്ല സമരം ചെയ്യേണ്ടത്. മന്ത്രിയുടെ കോലം കത്തിക്കാനും നിയമം കയ്യിലെടുക്കാനും തന്നെ കിട്ടില്ലെന്നും ഉണ്ണിത്താൻ. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് ഉണ്ണിത്താന്റെ പുകഴ്ത്തൽ. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ ആരോപണമുന്നയിച്ച കുഞ്ഞികൃഷ്ണനെ CPM-ൽ നിന്ന് പുറത്താക്കിയേക്കും. കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് MV ജയരാജൻ പങ്കെടുക്കും. ഫണ്ട് തട്ടിപ്പിൽ കോൺഗ്രസ് BJP പ്രതിഷേധം തുടരുന്നു. വർഗീയ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാന് CPM സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം. പാലക്കാട്ടെ ക്ഷീണം മാറ്റാൻ കോൺഗ്രസ്. മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥ് സ്ഥാനാർത്ഥിയായേക്കും. പരിഗണിക്കുന്നത് കനകലു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. ചങ്ങനാശ്ശേരിയിൽ കന്യാസ്ത്രീയോട് ലൈംഗിക അതിക്രമം നടത്തിയ ആൾ പിടിയിലായത് പൊൻകുന്നം സ്വദേശി ബാബു തോമസ്. കപിലേശ്വരത്ത് അമ്മയുടെയും മകളുടെയും ആത്മഹത്യയിൽ വിശദീകരണവുമായി ഭർത്തൃ കുടുംബം. തുടക്കം മുതൽ തന്നെ വിവാഹബന്ധത്തിൽ ഉലച്ചിലുകൾ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഗ്രീഷ്മയുടെ അമ്മ ആത്മഹത്യാ ഭീഷണി മുഴക്കാറുണ്ടായിരുന്നുവെന്ന് ഭർത്തൃ സഹോദരൻ ന്യൂസ് 18നോട്. അറസ്റ്റിലായ ഉണ്ണികൃഷ്ണനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. പത്തനംതിട്ട തിരുവല്ലയിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച അപകടം. 30ഓളം പേർക്ക് പരിക്ക്. ലോറി ഡ്രൈവറെ പുറത്തെടുത്തത് ക്യാബിൻ വെട്ടിപ്പൊളിച്ചു. ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തീവ്ര വർഗീയ പരാമർശവുമായി ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥി. പാർലമെന്റിൽ മറ്റു മതത്തിലെ ഒരാളെയും എത്താൻ അനുവദിക്കരുതെന്ന് അഫ്സൽ ഹുസൈൻ. രാജ്യഭരണം ഖുർആൻ അനുസരിച്ച് മാത്രമേ നടപ്പാക്കാൻ പാടുള്ളൂവെന്നും ജമാഅത്തെ ഇസ്ലാമി നേതാവ്. US-ൽ വീണ്ടും കുടിയേറ്റ പരിശോധനയ്ക്കിടെ കൊലപാതകം. സുരക്ഷാ സേനയുടെ വെടിയേറ്റ് 37കാരൻ മരിച്ചു. കൊല്ലപ്പെട്ടത് ഇമിഗ്രേഷൻ നടപടികൾക്കെതിരെ പ്രതിഷേധിച്ച യുവാവ്. സേനയ്ക്കെതിരെ പ്രതിഷേധവുമായി ജനം തെരുവിൽ. നമുക്ക് ആദ്യം ന്യൂസ് 18-ന്റെ മാത്രമായ എക്സ്ക്ലൂസീവായ ഒരു വാർത്തയിലേക്ക് പോകണം. അത് രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് MP-യുടെ പ്രതികരണമാണ്. കുമ്പള ടോൾ പിരിവിൽ ആക്ഷൻ കമ്മിറ്റിക്കെതിരെയാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ രൂക്ഷ വിമർശനം. നിയമവാഴ്ചയെ വെല്ലുവിളിച്ചുകൊണ്ടല്ല സമരം ചെയ്യേണ്ടത്. മന്ത്രിയുടെ കോലം കത്തിക്കാനും നിയമം കയ്യിലെടുക്കാനും തന്നെ കിട്ടില്ലെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. കൂടിയാലോചന നടത്താതെ ചില വ്യക്തികൾ കോടതിയിൽ പോയതാണ് തിരിച്ചടിയായതെന്നും ഉണ്ണിത്താൻ ന്യൂസ് 18നോട് പറഞ്ഞു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ രാജ്മോഹൻ ഉണ്ണിത്താൻ പുകഴ്ത്തുകയും ചെയ്തു. മന്ത്രിയുടെ കോലം കത്തിച്ചല്ല സമരം ചെയ്യേണ്ടതെന്നും ഉണ്ണിത്താൻ പറയുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കുമ്പള ആരിക്കാടിയിലെ ടോൾ പിരിവിനെതിരെ ശക്തമായ സമരവുമായി BJP ഒഴികെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രംഗത്ത് വരുമ്പോൾ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ അസാന്നിധ്യമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഏതായാലും അദ്ദേഹത്തിന് അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. സമരത്തിന് എതിരല്ല, സമരത്തിന് ശക്തമായ പിന്തുണ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ട്. പക്ഷേ സാങ്കേതികപരമായ ചില പ്രശ്നങ്ങളുണ്ട്. ഏതായാലും നമ്മോടൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ MP തന്നെ ചേരുകയാണ്. ഈ വിഷയത്തിൽ ഈ കാര്യം വിശദമാക്കാൻ ഉണ്ണിത്താൻ MP തന്നെ ചേരുന്നു. ഈ സമരം ശക്തമായി തുടരുകയാണ്. അന്യായമായ ടോൾ പിരിവാണ് നടക്കുന്നത്. പക്ഷേ MP-യുടെ സാന്നിധ്യം അവിടെ ഇല്ല എന്ന ഒരു വിമർശനം ഉയരുന്നത്, പ്രത്യേകിച്ച് ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് MP ഒരു അതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്? എന്താണ് കാരണം? ഈ സമരത്തിന് വേണ്ടി ആദ്യമായി അവിടെ പോയി സമരം ഉദ്ഘാടനം ചെയ്ത ഞാനാണ്. അന്ന് ഞാൻ പ്രസംഗിച്ച എല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട്. കാരണം ഇവിടെ ഇനിയിപ്പോൾ ലാത്തി ചാർജ് വരും, കണ്ണീർവാതക പ്രയോഗം വരും, ജലപീരങ്കി വരും, അവസാനം വെടിവെപ്പ് നടന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ നെഞ്ചത്താണ് ആദ്യത്തെ വെടി. എന്നിട്ട് മുതുകത്ത് വെടികൊള്ളില്ല. ഞാനാണ് പോയി ഇത് ചെയ്തത്. മാത്രമല്ല, ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ടു. അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പാർലമെൻറ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് 60 കിലോമീറ്ററിനകത്തേ ഒരു ടോൾ ഗേറ്റ് വരൂ, അതാണ് നിയമം. ഇവിടെ ഇപ്പോൾ തലപ്പാടിയിൽ ടോൾ ഗേറ്റ് ഉണ്ട്. ആ ടോൾ ഗേറ്റ് ഇപ്പോൾ 20 കിലോമീറ്ററിനകത്താണ് രണ്ടാമത്തെ ടോൾ ഗേറ്റ് ആരിക്കാടിയിൽ വരുന്നത്. അത് വളരെ അന്യായമാണ്, നിയമവിരുദ്ധമാണ്. അവിടെ ഈ ടോളിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, അന്ന് അയാൾ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്, അയാളുടെ പേര് അഷ്റഫ് കർല എന്നാണ്. അദ്ദേഹം കോടതിയിൽ പോയി, കോടതി കേസ് കൊടുത്തു. അപ്പോൾ ഒരു സമരമുഖത്ത് നിൽക്കുന്ന എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് വേണ്ടേ കോടതി പോകാൻ? ആരോട് ആലോചിച്ചിട്ടാണ് കോടതി പോയത്? ആര് പറഞ്ഞിട്ടാണ് കോടതി പോയത്? അപ്പോൾ കർല അദ്ദേഹത്തിൻ്റെ ഇതുകൊണ്ട് കോടതി കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ എതിർകക്ഷി ആരാണ്?
നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ NHAI അവർ കോടതിയിൽ പിന്നെ ഇത് സമർപ്പിച്ചു, അഫിഡവിറ്റ് കൊടുത്തു, കൗണ്ടർ അഫിഡവിറ്റ് കൊടുത്തു. അതിനകത്ത് അവർ പറഞ്ഞു ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് ഈ ടോൾ ഗേറ്റ് ആരംഭിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് നൽകിയ പെർമിഷൻ അത് റൂൾ 8(2)ൽ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. 60 കിലോമീറ്ററിനകത്താണ് ഒരു ടോൾ ഗേറ്റ് എങ്കിലും ചില പ്രത്യേക സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചാൽ വിത്ത് ദി നോളജ് ആൻഡ് കൺസെൻറ്റ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ഒരു ടോൾ ഗേറ്റ് സ്ഥാപിക്കാമെന്ന് അവർ റൂൾ 8 വെച്ചിട്ട് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു. ആ അഫിഡവിറ്റ് കോടതി അംഗീകരിച്ചു. അങ്ങനെ അഷ്റഫ് ഖർലയുടെ പെറ്റീഷൻ കോടതി തള്ളിക്കളഞ്ഞു. ഒരു നിയമവിരുദ്ധമായ നടപടി ഇക്കാര്യത്തിലില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി വാങ്ങിച്ചിട്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ രണ്ടാമത്തെ ടോൾ ഗേറ്റ് സ്ഥാപിക്കുന്നത്. അത് റൂൾ 8ൽ അതിന് പിന്നെ അനുവാദമുണ്ട്, അങ്ങനെ സ്ഥാപിക്കാമെന്ന് വ്യവസ്ഥയുണ്ട്. അപ്പോൾ കർല കൊടുത്ത ഈ പെറ്റീഷൻ കോടതി തള്ളിക്കളഞ്ഞു. ടോൾ പിരിക്കാനുള്ള അനുവാദം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കൊടുത്തു. കോടതിയിൽ പോയി, കോടതിയുടെ ഉത്തരവ് വന്നു. കോടതി എന്താ പറഞ്ഞ്? ടോൾ പിരിക്കാൻ പറഞ്ഞു. അപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്താണ്, ഈ നിയമം ലംഘിക്കണോ? നിയമവാഴ്ചയെ വെല്ലുവിളിക്കണോ? ഞാനെന്താ അവിടെ പോയി കോടതി ഉത്തരവിന് സമരം ചെയ്യണോ? ആലോചിച്ച് നോക്ക്. ആരോട് ചോദിച്ചിട്ട് കോടതി പോയി? ആലോചിച്ചു? ഒരു സമരമുഖത്ത് നിൽക്കുമ്പോൾ ആ സമരത്തിൽ പങ്കെടുക്കുന്ന BJP ഒഴിച്ചുള്ള എല്ലാവരുമായിട്ട് ആലോചിക്കണ്ടേ? ആലോചിക്കാതെ കേസ് കൊടുക്കാൻ പാടുണ്ടോ? കേസ് കൊടുത്ത് ആ വിധി വന്ന് വിധി മറച്ചു വെച്ച് അപ്പീൽ കൊടുത്തു, അപ്പീലും വിഡ്രോ ചെയ്തു. മലയാളത്തിൽ ചൊല്ലി അരി തിന്നതും പോരാ ആശാരിച്ച് കടിച്ചും പിന്നെ നായിക്കാ മുറുറുപ്പെന്നാ പറയുന്നത്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം 2 കേസുകൾ കൊടുത്തിട്ടുണ്ട്. ആരാ കൊടുത്ത്? ഈ പിന്നെ സുബൈർ മാർക്സിസ്റ്റ് പാർട്ടി നേതാവാണ്, നാസർ, ഇവർ വീണ്ടും കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത കോടതി വിധി വരുന്നത് വരെ ഈ വിധി നിലവിലുണ്ട്. ഇതിന് സ്റ്റേ കിട്ടിയിട്ടില്ല. അപ്പീൽ കൊടുത്ത് അപ്പീൽ പിൻവലിച്ചു. അപ്പോൾ കോടതി വിധി വരുന്നത് വരെ കാത്തിരിക്കാനുള്ള ആത്മസംയമനം കാണിക്കണം. എന്നോട് ഏറ്റവും കൂടുതൽ സൗഹാർദ്ദപരമായി നിലപാടെടുത്ത ഒരാളാണ് പിന്നെ നിതിൻ ഗഡ്കരി. ഇനിയും ജനങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾ ഈ മന്ത്രി ഇരിക്കുമ്പോൾ ആ മന്ത്രിയുടെ അടുത്തല്ലേ ഞാൻ പോകണ്ടേ? അപ്പോൾ മന്ത്രിയുടെ കോലം കത്തിക്കാൻ ഞാൻ പോകണമെന്നാണ് പറയുന്നത്. ആണോ? ഒരു MP-യുടെ ജോലി കോലം കത്തിക്കലാണോ മന്ത്രിയുടെ? MP-യുടെ ജോലി ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്യുകയാണ്. ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും ചെയ്യും. അതിന് യാതൊരു തർക്കവുമില്ല. കോടതിയെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ, നിയമത്തെ ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ. നിയമവാഴ്ചയെ വെല്ലുവിളിക്കാൻ ഞാനില്ല, നിയമം കയ്യിലെടുക്കാൻ ഞാനില്ല. പിന്നെ എനിക്കിപ്പോൾ BJP-ക്കെതിരെ അതുള്ള സർട്ടിഫിക്കറ്റ് ആരുടെയും വേണ്ട. ഞാൻ ആരാണെന്ന് കാസർഗോട്ടെ ജനങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എന്നെ ഇപ്പോൾ ചീത്ത വിളിക്കുക, ചീത്ത വിളിപ്പിക്കുക, ചീത്ത വിളിക്കുന്നവൻ ചീത്ത വിളിപ്പിക്കുന്നവരെ കുറിച്ചൊക്കെ ഞാൻ പറയാൻ തുടങ്ങിയാൽ അത് പിന്നെ വലിയ മോശമായി ഭവിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ടോൾ ഗേറ്റ് വരുന്നതിന് ഞാൻ ശക്തമായി എതിർത്തിരുന്നു, ഇപ്പോഴും എതിരാണ്. ഇത് ഒരു MLA-യുടെ മാത്രം പ്രശ്നമല്ല, ഒരു മഞ്ചേശ്വരത്തിൻ്റെ പ്രശ്നമല്ല, ഇത് കാസർഗോട്ടെ മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നമാണ്. അതിനപ്പുറം കളക്ടറേറ്റിന് മുമ്പിലല്ലോ ടോൾ സമരം നടത്തണ്ടേ? കളക്ടറല്ലല്ലോ ഇതിൻ്റെ ഉത്തരവാദി. കളക്ടറാണോ? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അവരാണ് ഈ കോടതി വിധി വാങ്ങിച്ചിരിക്കുന്നത്. അവർക്കെതിരെ സമരം നടത്താൻ എന്തിനാണ് കളക്ടറെ അടുത്ത് പോകുന്നത്? കളക്ടറല്ല സമരം ചെയ്യേണ്ടത്, അവിടെ പോയി പ്രസംഗിച്ചിരുന്ന കാര്യം. ഇവര് ആ ടോൾ ഗേറ്റ് അടിച്ചു പൊളിച്ചില്ലേ? ഇനി അവിടെ ഈ കോടതി വിധി മാനിക്കുന്നില്ലെങ്കിൽ അവിടെ അല്ലേ സമരം നടത്തണ്ടേ? രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ ടോൾ സമരത്തിനെതിരാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർക്ക് നിക്ഷിപ്ത താല്പര്യമുണ്ട്. കാര്യം ചില ആളുകളുടെ കഴിവുകേട് മറച്ചു വയ്ക്കാൻ MP-യുടെ തോളെ കൊണ്ടിടണ്ട. MP ആരാന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. എനിക്ക് നിലപാടുണ്ട്. ആ നിലപാടിൽ നിന്ന് ഒരിക്കലും ഞാൻ മാറില്ല. അപ്പപ്പ കാണുന്നവരെ അപ്പനെന്ന് വിളിച്ചിട്ടുമില്ല, ഇനി വിളിക്കത്തുമില്ല. ഇപ്പോൾ 28-ാം തീയതി പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുകയാണ്. പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ ഞാൻ മന്ത്രിയെ പോയി കാണും. അതിശക്തമായി കാസർഗോട്ടെ ജനങ്ങളുടെ വികാരം ഞാൻ അദ്ദേഹത്തെ അറിയിക്കും. ഈ മന്ത്രി വളരെ MP-മാരോട് വളരെ സോബറായി പെരുമാറുന്ന ആളാണ്. MP-മാർ പറയുന്ന ആവശ്യങ്ങൾ ന്യായമാണെങ്കിൽ ചെയ്തു കൊടുക്കുന്ന പിന്നെ മന്ത്രിയാണ്. എല്ലാ MP-മാർക്കും ഈ മന്ത്രിയെക്കുറിച്ച് ബഹുമാനമുണ്ട്. അപ്പോൾ BJP പ്രധാനമായും ആരോപിക്കുന്നത് അങ്ങനെ അവിടെ ഒരു വീണ്ടും മുസ്ലിം ലീഗിന് ഒരു ആധിപത്യം ഉണ്ടാക്കാനാണ് ഈ സമരം എന്നാണ്. BJP വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് കേന്ദ്രമന്ത്രി കണ്ടുകഴിഞ്ഞാൽ ഇടപെട്ട തീരാവുന്ന പ്രശ്നമല്ല. BJP-യിൽ ഇടപെടും എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അല്ല, അവർ കുറേ നാളായിട്ട് ഇങ്ങനെ ഇടപെട്ടു എന്ന് പറയുന്നതല്ല, ഇടപെടുന്നില്ലല്ലോ. ഇതിപ്പോൾ BJP-യുടെ
ചന്ദ്രശേഖരൻ പോയി മന്ത്രിയെ കണ്ട ഒരു ദിവസം കൊണ്ട് ഉത്തരവ് പിൻവലിക്കാൻ. ഇന്നലെ പ്രധാനമന്ത്രി വന്നല്ലോ. ഈ വിഷയം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ രാജീവ് ചന്ദ്രശേഖർ പെടുത്തിയോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ രാഷ്ട്രീയ വശം ചർച്ച ചെയ്യാൻ ഞാനില്ല. ഞാൻ എന്നും ജനപക്ഷത്താണ്, ജനങ്ങളോടൊപ്പമാണ്. അതുകൊണ്ട് നിയമത്തെ വെല്ലുവിളിക്കാനും നിയമവാഴ്ച വെല്ലുവിളിക്കാനും നിയമം കയ്യിലെടുക്കാനും മന്ത്രിയുടെ കോലം കത്തിക്കാനും ഒന്നും രാജ്മോഹൻ ഉണ്ണിത്താനെ കിട്ടില്ല. കോലം കത്തിച്ചാൽ പിന്നെ ഞാൻ അവിടെ ചെന്ന ഒരു അപ്പോയിൻമെന്റ് പോലും കിട്ടില്ല. അപ്പോൾ ഇവരതാണോ ഉദ്ദേശിക്കുന്നത്? അതിനൊന്നും ഞാനില്ല. ലോട്ട് വീണാൽ പാർലമെന്റിനകത്തും ഈ ടോൾ ഗേറ്റ് സമരം ഞാൻ കൊണ്ടുവരും. ഏതായാലും ടോൾ പിരിവിനെതിരെ സമരസമിതിയിലെ ചില അംഗങ്ങൾ നിയമപരമായ നീങ്ങിയതാണ് ഇതിൽ പ്രശ്നമെന്നാണ് MP പറയുന്നത്. ഇതിൽ കേന്ദ്രമന്ത്രിയെ കണ്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതിനുള്ള ശ്രമം വരും ദിവസങ്ങളിൽ തുടരുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നതും. KV ബൈജു ന്യൂസ് 18 നേരിട്ട് ചേരുന്നു. ബൈജു, ഇവിടെ ഉണ്ണിത്താന്റെ എതിർപ്പ് നമുക്കറിയാം. സമരത്തിന് മുന്നിലുള്ളത് UDF ആണ്. UDF സംവിധാനം ഒട്ടാകെ സമരരംഗത്തുണ്ട്. CPM-ഉം സമാനമായി തന്നെയുണ്ട്. ആക്ഷൻ കമ്മിറ്റിയുണ്ട്. പക്ഷേ ഉണ്ണിത്താനെ അവിടെ എങ്ങും കണ്ടില്ല. അത് എന്തുകൊണ്ടാണ് എന്നതിൻ്റെ വിശദീകരണം ഉണ്ണിത്താൻ തരുന്നുണ്ടോ? ഒപ്പം ഈ ഗഡ്കരിക്കെതിരെയുള്ള സമരം, അത് ആ തരത്തിൽ ഉണ്ണിത്താൻ ഒരു MP എന്ന നിലയിൽ ഉണ്ണിത്താൻ ഒരു പക്ഷേ ബാധിക്കുന്നുണ്ടാകാം. അതാണോ എതിർപ്പിന് കാരണം? മറ്റെന്ത് പ്രശ്നമാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റിയുമായി ഉണ്ണിത്താൻ ഉള്ളത്? രഞ്ജിത്തെ, ഇതിലേറ്റവും പ്രധാനം ഈ UDF ആണ് ഇതിൽ സമരത്തിൽ മുന്നിലുള്ളത്. അതോടൊപ്പം BJP ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിവിധ സംഘടനകളും ഈ സമരത്തിലുണ്ട്. ഏതായാലും ഈ ടോൾ അന്യായമായ ഒരു ടോൾ ആണെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ സമരം അത് രാഷ്ട്രീയമായ ഉപയോഗിക്കുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനം. അതിനുള്ള ഒരു ഉത്തരം പറയാതെ പറഞ്ഞു വെക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഈ അഭിമുഖത്തിൽ എന്ന് വേണം പറയാൻ. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് BJP തെരഞ്ഞെടുപ്പിന് നേരിടുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ദേശീയപാതയുമായി ബന്ധപ്പെട്ട ഈ ഒരു വിവാദം, അതായത് അശാസ്ത്രീയമായ രീതിയിൽ ഈ സർവീസ് റോഡില്ലാത്ത ഇടത്ത് 22 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ മറ്റൊരു ടോളിരിക്കെ താൽക്കാലികമായ കുമ്പളയിൽ ടോൾ എന്നത് അത് കൃത്യമായി മുസ്ലിം ലീഗ് ഈ സമരമുഖത്തിലുണ്ട്. പക്ഷേ MP-യെ തുടക്കത്തിൽ, അതായത് ഒരു 6 മാസം മുൻപ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ MP ആണ് ഇതിന് സമരത്തിന് ഉദ്ഘാടനമൊക്കെ ചെയ്തത്. പിന്നീട് അതിശക്തമായ സമരം ആക്ഷൻ കമ്മിറ്റി ആരംഭിക്കുമ്പോൾ MP ഈ സമരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വ്യാപകമായി MP-ക്കെതിരെ വിമർശനം ഉണ്ടായിരുന്നു. BJP-ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന തരത്തിലൊക്കെയായിരുന്നു MP-ക്കെതിരെ ഉണ്ടായിരുന്ന പ്രധാനമായ ആരോപണം. അതിൽ കൃത്യമായി അദ്ദേഹം ഉത്തരം നൽകുന്നുണ്ട്. അതായത് ഈ ടോൾ പിരിവ് കൃത്യമായി നിയമപരമായി നടക്കുന്ന ഒരു ടോൾ പിരിവാണ്. അതിന് ഈ രീതിയിൽ സമരം ചെയ്തിട്ടല്ല അത് ഇല്ലാതാക്കുക. കാരണം ഇതിൽ കേന്ദ്ര സർക്കാരാണ് ഇതിൽ ഇനി ഇടപെടേണ്ടതും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് അനുകൂലമായ തീരുമാനം ഉണ്ടായാൽ മാത്രമേ ഈ ടോൾ പിരിവ് പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇതിൽ സമരസമിതിയിൽ തന്നെ ഒരു പ്രവർത്തകൻ സമരസമിതിയോട് കൂടിയാലോചന നടത്താതെ ഹൈക്കോടതിയെ സമീപിച്ചതും പിന്നീട് ഹൈക്കോടതിയിൽ ആ കേസ് തള്ളിപ്പോയതുമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇപ്പോഴും CPM-ന്റെ 2 പ്രവർത്തകരുടെ പരാതിയിൽ ഇപ്പോഴും ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട്. ഇനി ഹൈക്കോടതിയുടെ ഒരു തീരുമാനം വരാതെ അത്തരത്തിലുള്ള സമരം നടത്തിയിട്ട് ഒരു കാര്യവുമില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം അദ്ദേഹം പറയുന്നതിൽ ഏറ്റവും പ്രധാനം നിതിൻ ഗഡ്കരിയാണ്. അദ്ദേഹം ഏത് MP ആയാലും, അത് രാജ്മോഹൻ ഉണ്ണിത്താനായാലും മറ്റ് കോൺഗ്രസിന്റെ മറ്റ് MP-മാരായാലും ന്യായമായ കാര്യങ്ങൾക്ക് അനുഭാവപൂർവമായ പരിഗണന നൽകുന്നു എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതിന് അദ്ദേഹം ഉദാഹരണം പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഈ മഞ്ചേശ്വരം 1-ാം റീച്ചിൽ 5ഓളം മേൽനടപ്പാലങ്ങളാണ് ഇദ്ദേഹം ഇടപെട്ട് MP-മാരൊക്കെ ആവശ്യപ്പെട്ടത് പ്രകാരം BJP നേതാക്കളും ആവശ്യപ്പെട്ട പ്രകാരം അനുവദിച്ചു നൽകിയത്. അങ്ങനെ MP-മാരുടെ ആവശ്യങ്ങൾ ന്യായമായി പരിഹരിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി, ആ കേന്ദ്രമന്ത്രിയുടെ കോലം കത്തിക്കാനും അല്ലെങ്കിൽ നിയമവാഴ്ച തകർത്തുകൊണ്ട് നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള ഒരു സമരത്തിന് താൻ തയ്യാറല്ല. അത് അദ്ദേഹം കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം പ്രചരണം നടത്തുന്നവരുടെ ലക്ഷ്യം എന്താണെന്ന് തനിക്കറിയാം. അതൊക്കെ തുറന്നു പറഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് അദ്ദേഹം കടക്കുന്നില്ല. അപ്പോഴും സമരസമിതിയെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. കലക്ടറേറ്റിന് മുന്നിൽ കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ള AKM MLA അഷ്റഫ് MLA അതോടൊപ്പം എന്നെ നെല്ലിക്കുന്ന MLA ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ഒരു സമരം നടത്തിയിരുന്നു. അങ്ങനെ ഒരു സമരം എന്തിനാണ് കലക്ടറേറ്റ് മുന്നിൽ നടത്തുന്നതാണ് MP ചോദിക്കുന്നത്. വളരെ ന്യായവുമാണ്. കാരണം ദേശീയപാത അതോറിറ്റിയാണ് ഇത്തരം ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഇത് ജില്ലാ ഭരണകൂടത്തിന് ഇതിൽ യാതൊരുവിധ ഇടപെടൽ നടത്താൻ സാധിക്കാത്ത ഹൈക്കോടതിയുടെ തീരുമാനം കൂടിയുള്ള ഒരു സംഭവമാണ്. അതിന് എന്തിനാണ് കലക്ടറേറ്റിൽ സമരം നടത്തുന്നതെന്നാണ് MP കൃത്യമായി ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പ് ഉണ്ട് എന്നത് BJP നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഇടപെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിച്ച്
ഇതിൽ ഈ ടോൾ ഒഴിവാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നൊക്കെ അവർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അതിലുള്ള നടപടികളൊന്നും ആയില്ലെങ്കിലും ഈ സമരം വലിയ തോതിൽ അക്രമാസക്തമാവുകയും ടോൾ അടിച്ചു തകർക്കുകയും അതോടൊപ്പം 500ഓളം പേർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. AK മസ്റഫ് ആയിരുന്നു അനിശ്ചിതകാല സത്യാഗ്രഹം നടത്തിയിരുന്നത്. അതിന് പിന്തുണയുമായി എത്തിയ ആളുകൾ രാത്രി വലിയ തോതിൽ ആയിരക്കണക്കിന് ആളുകൾ സംഘടിച്ചെത്തി ഈ ടോൾ തകർക്കുന്ന സാഹചര്യമാണ്. പക്ഷേ ഇപ്പോൾ ടോൾ തകർത്താലും ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് ടോൾ പിരിവ് ഈടാക്കുന്നുണ്ട്. അതായത് സെൻസർ ഉപയോഗിച്ച് ജീവനക്കാരൊന്നും ഇല്ലാത്തൊരു ടോൾ ഇപ്പോൾ മാറിയിട്ടുണ്ടെങ്കിലും സെൻസർ ഉപയോഗിച്ച് വാഹനങ്ങളിൽ നിന്നും പണം ഈടാക്കുന്നുണ്ട്. ബസ്സുകൾക്കൊക്കെ വലിയ തുകയാണ് ഈടാക്കുന്നത്. ഈ കർണാടക RTC ഇതിനിടയിൽ തന്നെ ഈ ടോൾ പിരിവ് ആരംഭിച്ചത് മുതൽ ഈ ബസ് ചാർജ് കുത്തനെ ഉയർത്തുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അത് ഈ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു നടപടിയാണ് കർണാടക RTCയുടെ ഭാഗത്തുണ്ടായത്. അങ്ങനെ ഇതൊക്കെ വലിയ തോതിൽ ഒരു രാഷ്ട്രീയ പ്രചരണ ആയുധമായി മാറുകയും അത് കൃത്യമായി മുസ്ലിം ലീഗ് പ്രധാനമായും ഇത് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഉണ്ണിത്താൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. താൻ ഇത്തരമൊരു സമരത്തിൽ ഇല്ല, പക്ഷേ ടോൾ പിരിവിന് താൻ പൂർണ്ണമായും എതിരാണ്. അതിൽ താൻ എല്ലാവിധ കാര്യങ്ങളും, അതായത് നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെ കൊണ്ട് ചെയ്യുന്നതെല്ലാം ചെയ്യുന്ന അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും അടിച്ചു തകർത്തും നിയമം കയ്യിലെടുത്തും കേന്ദ്രമന്ത്രിയുടെ കോലം കത്തിച്ചുമുള്ള ഒരു സമരത്തിന് താനില്ല. അതാണ് അദ്ദേഹം കൃത്യമായി ഈ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. ആദ്യമായാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഈ ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സമൂഹ മാധ്യമങ്ങളിലും മറ്റും എല്ലാം MP-ക്കെതിരെ വലിയ വിമർശനം ഉയരുന്നു. MP-യുടെ അസാന്നിധ്യം, ഈ ഒരു പലതരത്തിലുള്ള സമരങ്ങളാണ് നടക്കുന്നത്. അത് പല സ്ഥലങ്ങളിലായി നടക്കുന്നുണ്ട്. സായാഹ്ന സമരങ്ങൾ നടക്കുന്നുണ്ട്. നാളെ വനിതാ കൂട്ടായ്മയുടെ സമരം ഈ ടോൾ പ്ലാസയിലേക്ക് നടക്കുന്നു. അങ്ങനെ ഓരോ ദിവസവും സമരം വിവിധ തരത്തിൽ ഈ ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുമ്പോഴും അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഈ മുസ്ലിം ലീഗ് തന്നെയാണ് മുന്നിലുള്ളത്. CPM നേതാക്കളും ഉൾപ്പെടെ സമരത്തിലുണ്ടെങ്കിലും AK മസ്റഫ് MLA ആണ് ഈ സമരം പ്രധാനമായും മുന്നിൽ നിന്ന് നയിക്കുന്നത്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഉണ്ണിത്താന്റെ ഈ ഒരു അഭിമുഖം, ഈ ഒരു തുറന്നു പറച്ചൽ അത് കൃത്യമായി KV ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്തയിലേക്ക്. മലപ്പുറം ജില്ലയിലെ ഏക ടോൾ പ്ലാസയിൽ ഈ മാസം 30 മുതൽ പണം ഈടാക്കി തുടങ്ങും. ടോളിന്റെ വിശദവിവരങ്ങൾ അടുത്ത ദിവസം പ്രസിദ്ധീകരിക്കും. ടോൾ പ്ലാസയുടെ 20 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് ഇളവ് അനുവദിച്ചിട്ടുണ്ട്. വെട്ടിച്ചിറയിലാണ് ടോൾ പ്ലാസ സജ്ജീകരിച്ചിട്ടുള്ളത്. നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായ ദേശീയപാത 66 മലപ്പുറം ജില്ലയിലെ ഏക ടോൾ പ്ലാസ പ്രവർത്തനം ആരംഭിക്കാൻ സജ്ജമാവുകയാണ്. വെട്ടിച്ചിറയിൽ സജ്ജീകരിച്ചിട്ടുള്ള ടോൾ പ്ലാസയിൽ ഈ മാസം 30 മുതൽ പിരിവ് ആരംഭിക്കും. ടോൾ തുക സംബന്ധിച്ച വിശദവിവരങ്ങൾ അടുത്ത ദിവസം തന്നെ പ്രസിദ്ധീകരിക്കുമെന്ന് ദേശീയപാത അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ടോൾ പ്ലാസയ്ക്ക് 20 കിലോമീറ്റർ പരിധിക്കുള്ളിലെ സ്വകാര്യ വാഹനങ്ങൾക്ക് ഇളവ് നൽകും. എത്ര തവണ വേണമെങ്കിലും യാത്ര ചെയ്യാവുന്ന പാസിന് ഒരു മാസത്തേക്ക് 340 രൂപയാകും നിരക്കെന്നാണ് സൂചന. ഈ തുകയും 30-ാം തീയതിക്കകം തീരുമാനിക്കും. ഇത്തരം യാത്രക്കാർ ആധാർ കാർഡുമായി ടോൾ പ്ലാസയിലെത്തിയാൽ പാസ് നൽകും. 24 മണിക്കൂറിനുള്ളിൽ 2 തവണ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്നവരിൽ നിന്ന് 2ാം തവണ ടോൾ തുകയുടെ പകുതി മാത്രമേ ഈടാക്കൂ. കാർ, ജീപ്പ്, വാൻ, ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ എന്നിവയ്ക്ക് ഒരു ഭാഗത്തേക്ക് 130 രൂപയാകും നിരക്ക്. ഇടിമൂഴിക്കൽ ചാവക്കാട് റീച്ചിൽ മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിക്കും വളാഞ്ചേരിക്കുമിടയിലെ വെട്ടിച്ചിറയിലാണ് ടോൾ പ്ലാസ സ്ഥിതി ചെയ്യുന്നത്. അതേസമയം കൂരിയാട് തകർന്നു വീണ ദേശീയപാത പുനരുദ്ധാരണ പ്രവൃത്തികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ഫെബ്രുവരി പകുതിയോടെ നിർമ്മാണം പൂർത്തിയാകുമെന്ന് ദേശീയപാത അധികൃതർ അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. തിരുവനന്തപുരം മണ്ഡലത്തിൽ തീരമേഖലയിൽ നിന്നൊരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യം കോൺഗ്രസിനോട് ഉന്നയിച്ച് ലത്തീൻ സഭ. കൊച്ചി മേയർ സ്ഥാനവുമായി ബന്ധപ്പെട്ട് സഭ സമ്മർദ്ദനീക്കം നടത്തിയെന്ന ചർച്ചകൾക്ക് പിന്നാലെയാണ് പുതിയ നീക്കം. എന്നാൽ ജാതിയോ മതമോ പരിഗണിച്ചല്ല, മറിച്ച് നാടിൻ്റെ പൊതു താൽപ്പര്യവും വികസനവും മുൻനിർത്തിയാണ് നിലപാടുകൾ സ്വീകരിക്കുന്നതെന്നും സഭാ നേതൃത്വം വ്യക്തമാക്കുന്നു. തിരുവനന്തപുരത്ത് നമുക്കറിയാം, ഇത്തവണ ആന്റണി രാജു കേസിൽപ്പെട്ട് പുറകോട്ട് പോയ ഒരവസ്ഥയുണ്ട്. കോൺഗ്രസ് ഏറെ പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം, സംശയമില്ലാത്ത കാര്യമാണ്. അവിടെ സഭയുടെ ഇടപെടൽ സ്വാഭാവികമായി ലത്തീൻ സഭയ്ക്ക് സാന്നിധ്യമുള്ള, സ്വാധീനമുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ സഭയുടെ താല്പര്യം കണക്കിലെടുത്താണ് പലപ്പോഴും സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ ഉണ്ടാകാറുള്ളത്. VS ശിവകുമാറൊക്കെ ഇവിടെ ജയിച്ച ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹം ആന്റണി രാജുവിനോട് പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ശിവകുമാറിൻ്റെ പേര് സജീവമായി നിൽക്കുമ്പോൾ തന്നെയാണ് സഭയുടെ ഇത്തരമൊരാവശ്യമെന്നാണ് മനസ്സിലാക്കുന്നത്. ഡാന്, സഭയുടെ സമ്മർദ്ദ നീക്കം അത് കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ ഒന്ന് പ്രതിരോധത്തിലാക്കിയിരുന്നു. അവിടുത്തെ മേയറുടെയൊക്കെ ചില തുറന്നു പറച്ചിലുകൾ ഇപ്പോൾ സമാനമായി തന്നെ തിരുവനന്തപുരത്ത് സംഭവിക്കുമ്പോൾ സഭയെ ഒഴിച്ചു നിർത്തി ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം സ്വാഭാവികമായും കോൺഗ്രസിന് സാധ്യമല്ല. ഇപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട സഭ മുന്നോട്ട് വെക്കുന്ന ആവശ്യം? തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ കോൺഗ്രസ് ക്യാമ്പിൽ, പ്രത്യേകിച്ച് UDF മുന്നണിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സീറ്റ് CMPക്ക് നൽകിയേക്കും എന്നുള്ള സൂചനകൾ ഒരു വശത്ത്. അതല്ല,
KS ശബരിനാഥനോ മുരളീധരനോ VS ശിവകുമാറോ മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകൾ മറുവശത്ത് ഈ ചർച്ചകൾ ഇങ്ങനെ ചൂടുപിടിക്കുന്നതിനിടയിലാണ് ലത്തീൻ സഭ അവരുടെ നിലപാട് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഈ സാമുദായിക പ്രാതിനിധ്യം അല്ല ആവശ്യപ്പെടുന്നത്, മറിച്ച് തീരദേശത്തിൻ്റെ പ്രാതിനിധ്യം. അത് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ തീരദേശത്ത് നിന്നുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കണം. അവിടെ ജാതിയോ മതമോ ഒന്നുമല്ല പ്രശ്നം. ലത്തീൻ സഭാംഗം ആയിരിക്കണമെന്നുമില്ല, പക്ഷേ തീരദേശത്തിൻ്റെ പ്രതിനിധി ആയിരിക്കണം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വരേണ്ടത് എന്നൊരു ആവശ്യമാണ് ലത്തീൻ സഭ വികാരി ജനറൽ അടക്കം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. പക്ഷേ സഭ ഔദ്യോഗികമായി ഒരു തരത്തിലുള്ള പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. നമ്മൾ അങ്ങനെ അവരുടെ പ്രതികരണം തേടിയിരുന്നു, പക്ഷേ അവർ പരസ്യമായി അങ്ങനെ ഒരു പ്രതികരണത്തിനില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം തീരമേഖലയുടെ വികാരം കൂടി ഉൾക്കൊള്ളുന്ന ഒരാളായിരിക്കണം സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കേണ്ടത് എന്നൊരു ആവശ്യം, അത് ലത്തീൻ സഭയുടെ ഒരു ആവശ്യമായി കോൺഗ്രസ് നേതൃത്വത്തെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. അത് അനുഭാവപൂർവ്വം കോൺഗ്രസ് പരിഗണിക്കും എന്നാണ് പ്രതീക്ഷയെന്നും ലത്തീൻ സഭയുടെ പ്രത്യേകിച്ച് തിരുവനന്തപുരം അതിരൂപതയുമായി ബന്ധപ്പെട്ട വികാരി ജനറൽ ഉൾപ്പെടെയുള്ളവർ അത്തരത്തിലുള്ള സൂചനയാണ് നൽകുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ആന്റണി രാജു വളരെ അപ്രതീക്ഷിതമായാണ് അദ്ദേഹത്തിന് MLA സ്ഥാനം തന്നെ നഷ്ടമാകുന്നത്, അദ്ദേഹം അയോഗ്യനാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഏറെ പ്രതീക്ഷയോടെയാണ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തെ നോക്കിക്കാണുന്നത്. അതായത് ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ അവർക്കുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ആ സീറ്റിന് വേണ്ടിയുള്ള അവകാശവാദം മുന്നണിക്കുള്ളിൽ CMB ഉന്നയിക്കുന്നു. അതോടൊപ്പം കോൺഗ്രസിനുള്ളിൽ പല പ്രധാനപ്പെട്ട നേതാക്കളും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുമ്പോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതിനിടയിലാണ് ലത്തീൻ സഭ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. അങ്ങനെയെങ്കിൽ അതിനെ കോൺഗ്രസ് നേതൃത്വം ഏത് തരത്തിൽ നോക്കിക്കാണും എന്നത് ഈ വിഷയത്തിൽ നിർണായകമായി മാറും. പ്രത്യേകിച്ച് ഹൈക്കമാൻഡ് നേതൃത്വമടക്കം തിരുവനന്തപുരത്ത് പരമാവധി സീറ്റുകൾ പിടിക്കുക എന്ന ഒരു കൃത്യമായ നിർദ്ദേശം കോൺഗ്രസിന് നൽകിയിട്ടുണ്ട്. കാരണം കോർപ്പറേഷന്റെ ഭരണം BJPക്ക് ലഭിച്ച ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലാണ് BJP ക്യാമ്പ്. അതിന് തടയിടണമെങ്കിൽ നിയമസഭയിൽ പരമാവധി സീറ്റുകളിൽ കോൺഗ്രസ് വിജയിക്കേണ്ടതുണ്ട് എന്ന വിലയിരുത്തലാണ് ഹൈക്കമാൻഡ്. അതുകൊണ്ട് തന്നെ ജയസാധ്യത മാത്രമായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ മാനദണ്ഡമെന്നും നേതൃത്വം ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ലത്തീൻ സഭയ്ക്ക് കൂടി സ്വീകാര്യനായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കുക എന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ അനിവാര്യതയായി മാറും. അവിടെയാണ് സഭ മുമ്പോട്ട് വെക്കുന്ന ഈ നിർദ്ദേശം പാർട്ടി നേതൃത്വം ഏത് തരത്തിൽ നോക്കിക്കാണും എന്നത് ശ്രദ്ധേയമായി മാറുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവച്ചു. UDFന്റെ അവഗണനയ്ക്കെതിരെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിച്ചു മത്സരിക്കാൻ INL ഡെമോക്രാറ്റിക് പാർട്ടി ശക്തമായ പോരാട്ടം നടക്കുന്ന കേരളത്തിലെ 15 മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ നിർത്തുക. പാർട്ടി രൂപീകരണം മുതൽ UDFനെയാണ് പിന്തുണച്ചതെന്നും എന്നാൽ അത്തരമൊരു പരിഗണന പാർട്ടിക്ക് കിട്ടിയില്ലെന്നും സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് പുറവൂർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പത്തനംതിട്ട തിരുവല്ല കുറ്റൂരിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. തിരുവല്ല കുറ്റൂർ റെയിൽവേ ക്രോസിന് സമീപമുള്ള വീടിനോട് ചേർന്നുള്ള ചായക്കടയ്ക്ക് മുന്നിലാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചത്. കടയുടമ ജയരാജൻ രാവിലെ ചായക്കട തുറക്കാൻ വന്നപ്പോഴാണ് കുഞ്ഞിനെ കണ്ടത്. ചെറിയ കരച്ചിൽ കേട്ടോട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു പൊടിക്കുഞ്ഞ്. എനിക്ക് പേടി, ഞാൻ ഓടി എൻ്റെ ഭാര്യയെ കൂടെ വിളിച്ചു. ഞാൻ 5 മണി കഴിയുമ്പോഴാണ് ഇത് തുറന്ന് 5:30 ആകുമ്പോഴാണ് ചായ ഒക്കെ ഇടുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി അതെല്ലാം ചായ ഇടാനും ഒക്കെ തുടങ്ങാൻ വന്നപ്പോഴത്തേനും ഇത് കൊണ്ടുവച്ച് പിന്നെ ലൊക്കേഷൻ അറിയാവുന്ന ആയിരിക്കും. അത് തന്നെ വെട്ടമുള്ളതുകൊണ്ട് ഈ കൊല്ലമായിട്ട് ഓഫ് ചെയ്തേ ഇല്ല. വല്ലാത്ത തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു ആ കുഞ്ഞ്. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങളൊരു തുണി എൻ്റെ ദേഹത്തിട്ടു. അപ്പുറത്ത് കൊച്ചുമോനെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചു. എല്ലാവരും ഇറങ്ങി വന്നപ്പോഴാണ് പറഞ്ഞ് അവർ രാത്രി ഉറങ്ങിയിട്ടില്ല, അവരുടെ പശു പ്രസവിച്ച കാരണം. അപ്പം ഒരു 1:30 മുതൽ ഒരു പൊടിക്കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പിന്നെ പോലീസിനെ വിളിച്ചു, കൊച്ചുമോനെ വിളിച്ചു. കൊച്ചുമോൻ പിന്നെ പോലീസിനെ വിളിച്ചു, നാട്ടുകാരെല്ലാം വന്നു. അങ്ങനെ കുഞ്ഞിനെ ഇപ്പോൾ വന്ന് പോലീസ് കൊണ്ടുപോയി. ഒരു ആൺകുഞ്ഞ്. പത്തനംതിട്ട തിരുവല്ല കുറ്റൂരിലാണ് ഈ സംഭവം ഉണ്ടായത്. ശശിനാരായണനുണ്ട്. ശശിനാരായണൻ, എന്തെങ്കിലും വിവരമുണ്ടോ? ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച ആരാണ്? ഈ കുഞ്ഞിൻ്റെ ആരോഗ്യനില കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കുന്നു. തിരുവല്ല ആശുപത്രിയിലാണ്. മറ്റു വിവരങ്ങൾ എന്താണ്? രഞ്ജിത്ത്, ഇതുവരെ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചവരാരാണെന്ന് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്തായാലും ഇന്നലെ രാത്രി 2 മണിയോട് കൂടിയാണ് ഈ തിരുവല്ല ഈ റെയിൽവേ ക്രോസിന് സമീപമുള്ള കടയ്ക്ക് മുമ്പിൽ ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചപ്പോൾ ഒരു പ്രാഥമിക വിവരം ലഭിക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. നേരം വെളുത്തപ്പോഴാണ് കടയുടമ ജയരാജൻ
ഈ കുഞ്ഞിനെ കണ്ടെത്തുകയും പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുകയും തുടർന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തി ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ ചികിത്സ നൽകിയിട്ട് പൂർണ്ണ ആരോഗ്യവാനാണ്. ആൺകുട്ടിയാണ് ലഭിച്ചിട്ടുള്ളത്. അതായത് ജനിച്ചതിന് ശേഷം 2-3 ദിവസം പ്രായം മാത്രമേ കുഞ്ഞിനുണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഒരു 2 മണി മുതൽ അവിടെ തനിച്ച് ഈ കടയുടെ മുൻവശത്ത്, തട്ടുകടയുടെ മുൻവശത്താണ് ഈ കുട്ടി ഉണ്ടായിരുന്നത്. എന്തായാലും പോലീസുകാർ ഇവരെ അറിയിച്ച ഉടൻ തന്നെ വന്ന് കുഞ്ഞിനെ ടൗലിൽ എടുത്ത് പൊതിഞ്ഞാണ് ഉടൻ തന്നെ ആശുപത്രി കൊണ്ട്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലെന്നുള്ളതാണ് അറിയുന്നത്. പക്ഷേ ഈ രാത്രി 2 മണിക്ക് അവിടെ ഒരു ബൈക്ക് വന്നു നിന്നതായി പറയുന്നു. അതിന് കുറച്ചു നേരം അന്വേഷിച്ച വണ്ടി പോയതായി പറയുന്നു. പക്ഷെ അതിന്റെ CCTV ദൃശ്യങ്ങളോ മറ്റു കാര്യങ്ങളോ പരിശോധിച്ചെങ്കിൽ മാത്രമേ ആ വാഹനത്തിൽ വന്നവരാണോ കുഞ്ഞിനെ ഇവിടെ ഉപേക്ഷിച്ച എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ തൊട്ടടുത്തെല്ലാം വീടുകളുണ്ട്. പക്ഷെ അങ്ങനെ സംഭവം നടന്നത് തന്നെ ആ വീട്ടുകാർ അറിയേണ്ടതാണ്. പക്ഷെ എത്തരത്തിലാണ് ഈ കുട്ടിയെ ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് ഉപേക്ഷിക്കാനുണ്ടായ കാരണം എന്താണെന്ന് ആർക്കും പിടികിട്ടുന്നില്ല. എന്തായാലും സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് ഇപ്പോൾ ഇത് സംബന്ധിച്ചൊരു അന്വേഷണം നടത്തുന്നത്. എന്തായാലും കുഞ്ഞിനെ തിരുവല്ലയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. രഞ്ജിത്തെ. ശരി. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ കന്യാസ്ത്രീയോട് ലൈംഗിക അതിക്രമം നടത്തിയ ആൾ പിടിയിൽ. ചങ്ങനാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു സംഭവം. ആശുപത്രിയിലെ മുൻ HR മാനേജർ പൊൻകുന്നം സ്വദേശി ബാബു തോമസ് ആണ് പിടിയിലായത്. ഫോൺ വഴി ലൈംഗിക ആവശ്യം ചോദിച്ചെന്നും കയറി പിടിക്കാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴയിലുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് ഈ സംഭവം അരങ്ങേറുന്നത്. ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലുള്ള ഒരു നേഴ്സാണ് പരാതിക്കാരി. പ്രധാനമായും ഈ മുൻ HR മാനേജർ ലൈംഗിക അതിക്രമം നടത്തിയെന്നുള്ളതാണ്. ലൈംഗിക അതിക്രമം എന്ന് പറയുമ്പോൾ അവരെ കയറി പിടിക്കാൻ ശ്രമിക്കുന്നു. ഒപ്പം തന്നെ പിന്നീട് ഫോൺ വഴി, വാട്സപ്പ് വഴിയൊക്കെ നിരന്തരം മെസ്സേജ് അയച്ചുകൊണ്ടും വീഡിയോ കോൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടുമൊക്കെ ശല്യപ്പെടുത്തുന്നു എന്നുള്ളതാണ് പരാതി. എന്തായാലും ബാബു തോമസ് എന്ന ആളാണ്. ഇയാൾ അവിടുത്തെ HR മാനേജറായിരുന്നു. ഇയാൾക്കെതിരെ നിരന്തര പരാതികളുണ്ടായിരുന്നു. പല സ്ത്രീകളുടെ ഭാഗത്തു നിന്നും മാനേജ്മെന്റിന് പരാതി ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാളെ ഈ കേസ് വരുന്നതിന് മുൻപ് തന്നെ സഭ പുറത്താക്കിയിരുന്നു, ആശുപത്രി മാനേജ്മെന്റ് പുറത്താക്കിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത്രത്തോളം ഒരു പ്രശ്നക്കാരനായിരുന്നു എന്നുള്ളതാണ് പോലീസ് നടത്തിയ അന്വേഷണത്തിലും വ്യക്തമായത്. എന്തായാലും ഈ പരാതി ലഭിച്ചതിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും മറ്റു മൊഴികളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്, ഈ കന്യാസ്ത്രീയുടെ അടക്കം മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പുറത്താക്കിയിരിക്കുന്നത്. ഇയാൾ കോട്ടയം ജില്ലയിലെ തന്നെ പൊൻകുന്നം സ്വദേശിയാണ് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്നും ആശുപത്രി മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ലഭ്യമാകുന്ന വിവരം. നിലവിൽ ഇയാൾക്കെതിരെ മറ്റേതെങ്കിലും സ്ത്രീകൾ പരാതി നൽകുമോ എന്നുള്ളതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ പരാതികൾ, നിലവിൽ ഒരു FIR മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മറ്റേതെങ്കിലും സ്ത്രീകൾക്ക് പരാതിയുണ്ടോ എന്ന കാര്യമെല്ലാം പോലീസ് പരിശോധിക്കുന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഒരു ആശുപത്രിയിൽ ഒരു കന്യാസ്ത്രീ തന്നെ അതിക്രമം നേരിടേണ്ടി വരുന്നു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് ഇതിൽ എടുത്തു കാണേണ്ടത്. കാരണം വളരെ ആദരവോടുകൂടിയാണ് പൊതുവെ കന്യാസ്ത്രീകളെ ആളുകൾ കാണാറുള്ളത്. അങ്ങനെ ഒരാളോട് തന്നെ ഒരു ലൈംഗിക അതിക്രമത്തിന് ശ്രമിക്കുന്നു എന്നുള്ളത് അത്യന്തം ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഇടവേള. വർഗീയ പരാമർശത്തിൽ മന്ത്രി സജി ചെറിയാന് CPM സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം. നേതാക്കൾ നാവടക്കണമെന്നും പാർട്ടി നിലപാടിന് വിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിയാൽ തള്ളിപ്പറയുമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മുന്നറിയിപ്പ്. AK ബാലനെതിരെയും പാർട്ടിയിൽ പരോക്ഷ വിമർശനമുണ്ട്. അതേസമയം രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് വിവാദത്തിൽ ആരോപണമുന്നയിച്ച കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയേക്കും. കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് ചേരും. MV ജയരാജൻ പങ്കെടുക്കും. പയ്യന്നൂരിലെ പാർട്ടി എന്താണെന്ന് ഇവർ മനസ്സിലാക്കണം. ഇപ്പൊ ഏതോ ഒരാൾ ഒരു ചാനൽ വിളിച്ചു പറയുന്നത് കേട്ടിട്ട് CPM-നെതിരായിട്ട് MLA-ക്കെതിരായിട്ട് MLA ഓഫീസിലേക്ക് കൊടിയും പിടിച്ചിട്ട് കുറെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നാൽ നിങ്ങളുടെ തടി കാക്കേണ്ടി വരും എന്നേ ഞങ്ങൾക്ക് കാട്ടി പറയാനുള്ളൂ. ആരെങ്കിലും പറഞ്ഞാൽ അതിനകത്ത് വസ്തുതയുണ്ടോ എന്ന് നോക്കണം. ഇവിടെ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. ഈ പയ്യന്നൂരിലെ ജനാവലികൾക്കറിയാം എന്തായിരുന്നു എന്ന്. ഇപ്പോഴാ നേതാക്കന്മാരെ കള്ളിയിലിട്ടിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ജനങ്ങളുടെ പാർട്ടിയാണ്. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ സംഭാവന കൊണ്ടാണ്. ആ ജനങ്ങളുടെ സംഭാവനക്ക് ഞങ്ങൾ ഉത്തരം പറയേണ്ടത് ജനങ്ങളോടാണ്.
ഞങ്ങളിതാ ഈ ജനങ്ങളോട് ഇതാ അപവാദങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പാർട്ടിയുടെ 5 നയാ പൈസ ഇതുവരെ എവിടേക്കും പോയിട്ടില്ല. ചില ഇതാ കണക്ക് പറയുന്നത് കുറച്ച് വൈകി എന്നുള്ള ഞങ്ങളുടെ ഉള്ളിലുള്ള ഒരു കാര്യം വെച്ചിട്ട് ഇതാ ഇന്ന് ചില ആളുകൾ മുന്നോട്ട് വന്നിട്ട് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇതാ ഉറപ്പോടെ പറയുന്നു, ചങ്കുറപ്പോടെ പറയുന്നു, രണ്ടാജിന്റെ പിന്മുറക്കാർ പറയുന്നു, ഇതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ഒരു 5 നയാ പൈസയുടെ അപകടം ഈ നാട്ടിനകത്തുണ്ടായിട്ടില്ല. ഇത് കണ്ടത് ഇപ്പോൾ പയ്യന്നൂരിലെ വിഷയവുമായി ബന്ധപ്പെട്ട് സന്തോഷ് കുമാറിൻ്റെ പ്രതികരണമാണ്. അവിടെ വലിയ പ്രതിഷേധവുമായിട്ട് നടക്കുന്നുണ്ട്. CPM-ൻ്റെ ഇന്നലെ നടന്ന സംസ്ഥാന കമ്മിറ്റിയുടെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ വി വിനോദ് വിവരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. വിനോദ്, സജി ചെറിയാൻ്റെ വർഗീയ പരാമർശം അത് പാർട്ടിയെ ചില്ലറയൊന്നുമല്ല പ്രതിരോധത്തിലാക്കി നമുക്കറിയാം. ഒപ്പം AK ബാലൻ്റെ ചില വാക്കുകളുമൊക്കെ അത് വാവിട്ട വാക്കുകളാണ് എന്ന വിലയിരുത്തൽ പാർട്ടിക്കുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്ത് മുന്നറിയിപ്പാണ് രണ്ട് നേതാക്കൾക്കും പാർട്ടി നൽകുന്നത്? രഞ്ജിത്ത്, ശക്തമായ ഒരു നിലപാടാണ് ഇതിൽ CPM കൈക്കൊള്ളുന്നത്. കാരണം ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന സമിതിയിൽ കൃത്യമായ ഭാഷയിൽ ഒരു പരിധിവരെ നമ്മൾ പറഞ്ഞാൽ രൂക്ഷമായ രീതിയിൽ തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയത്. കാരണം പാർട്ടി നേതൃത്വത്തെ വല്ലാതെ വെട്ടിലാക്കുന്ന ഒരു പരാമർശമാണ് സജി ചെറിയാൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. മലപ്പുറത്തും അതോടൊപ്പം തന്നെ കാസർഗോഡും ജയിച്ച ആളുകളുടെ പേരുകൾ പരിശോധിക്കുമെന്ന ആദ്യത്തെ പരാമർശം, പിന്നീട് ഹിന്ദു ഭൂരിപക്ഷമുള്ളിടത്ത് ഹിന്ദുക്കളും മുസ്ലിം ഭൂരിപക്ഷമുള്ളിടത്ത് മുസ്ലിങ്ങളും മതേതര കാഴ്ചപ്പാടോടുകൂടി CPM-ഉം കോൺഗ്രസും സ്ഥാനാർത്ഥികളെ നിർത്തിയെടുത്ത് തോൽവിയും ഉണ്ടായി എന്ന നിലയിലായിരുന്നു സജി ചെറിയാൻ രണ്ടാമത് തിരുത്തിയത്. ഏറ്റവും ഒടുവിൽ അതിനെ ന്യായീകരിക്കുന്ന നിലയിലേക്ക് പോയി. ഒടുവിൽ ഖേദം പ്രകടിപ്പിച്ചെങ്കിലും തൻ്റെ പ്രസ്താവന പിൻവലിക്കുന്ന തരത്തിലേക്കൊന്നും സജി പോയിരുന്നില്ല. അവിടെയാണ് പാർട്ടിയുടെ ഇടപെടൽ. കാരണം അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പാർട്ടിക്ക് മുമ്പിലുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട വസ്തുതകളാണ്. അവിടെ ഒരു ഘട്ടത്തിൽ മുസ്ലിം വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ തന്നെ നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ CPM-ന് അനുകൂലമായി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ ഒരു ജമാഅത്തെ പരാമർശം ഉണ്ടായി, പാർട്ടി എടുക്കുന്ന നിലപാട് അങ്ങനെയായി, അയ്യപ്പ സംഗമം പോലുള്ള കാര്യങ്ങൾ വരുന്നു. അവിടെ ഹൈന്ദവ മേഖലയോട് കൂടുതൽ പാർട്ടി അടുക്കുന്നു. അങ്ങനെ ഒരു തിരികെപ്പോക്കിലേക്ക് CPM നിലപാട് സ്വീകരിക്കുന്നു എന്നൊരു ഘട്ടമുണ്ടായപ്പോൾ മുസ്ലിം വോട്ടുകൾ എൻ ബ്ലോക്കായി മാറുകയും അത് UDF-ന് ഗുണകരമായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് വലിയ വിജയമുണ്ടായതും. ഇത് പാർട്ടി തിരിച്ചറിയുന്നുണ്ട്. നഷ്ടമായ വോട്ടുകൾ ജമാഅത്തെ ഇസ്ലാമിയിൽ പറഞ്ഞു തുടങ്ങിയെങ്കിലും പിന്നീട് മുസ്ലിം സമൂഹം ഒന്നാകെ CPM-ൽ നിന്ന് അകന്നു പോകുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അവിടെയാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശമൊക്കെ കൂടുതൽ ബുദ്ധിമുട്ട് CPM-ന് സൃഷ്ടിച്ചത്. അതിന് പുറമെയായിരുന്നു സജി ചെറിയാൻ്റെ പരാമർശം. മാത്രമല്ല AK ബാലൻ പറഞ്ഞതും അങ്ങനെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി. UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമിയായിരിക്കും ആഭ്യന്തര വകുപ്പ് ഭരിക്കുക എന്ന നിലയിൽ AK ബാലൻ്റെ പരാമർശമുണ്ടായി. ഈ രണ്ട് നേതാക്കളെയും ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ CPM തള്ളിക്കളയുകയാണ്. ഇത്തരം വാക്കുകൾ ഉപയോഗിക്കരുത്, പാർട്ടിയെ പ്രതിസന്ധിയിലാക്കരുതെന്ന സൂചന തന്നെയാണ് പാർട്ടി നേതൃത്വം നേതാക്കൾക്ക് നൽകുന്നത്. ആദ്യമായല്ല സജി ചെറിയാൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടാകുന്നത്. ഈ സ്ഥാനാർത്ഥിയാകാനുള്ള പ്രായപരിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഭരണഘടനയുമായി ബന്ധപ്പെട്ട അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, പിന്നീട് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം, ഇതെല്ലാം തന്നെ CPM-ന് പല ഘട്ടങ്ങളിൽ തലവേദന സൃഷ്ടിച്ചിട്ടുള്ളതാണ്. സജി ചെറിയാൻ നാവടക്കണം എന്ന സന്ദേശം തന്നെയാണ് പാർട്ടി ഇപ്പോൾ നൽകുന്നത്. രഞ്ജിത്ത്. ശരി വിനോദ്, CPM-ന്റെ ഫണ്ട് തട്ടിപ്പ് ആരോപണത്തിൽ TI മധുസൂദനൻ MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് BJP-യും കോൺഗ്രസും സമരത്തിലാണ്. ഇന്നലെ വലിയ സംഘർഷം പയ്യന്നൂരിലുണ്ടായിരുന്നു. മാർച്ചുകൾ CPM തടഞ്ഞു. ഇരു സംഭവങ്ങളും സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് ഇടപെട്ട് പ്രവർത്തകരെ പിരിച്ചു. മുൻ IAS ഉദ്യോഗസ്ഥൻ കണ്ണൻ ഗോപിനാഥൻ പാലക്കാട് മത്സരിക്കും. പാലക്കാട് മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന. കണ്ണനെ മണ്ഡലത്തിൽ കോൺഗ്രസ് പരിഗണിക്കുന്നത് കനകലൂർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെന്നാണ് വിവരം. BJP സ്ഥാനാർത്ഥിയായി മെട്രോമാൻ E ശ്രീധരൻ മത്സരിച്ചപ്പോൾ വലിയ പിന്തുണ കിട്ടിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതിരോധത്തിലാണ് കോൺഗ്രസ്. കണ്ണനിലൂടെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുമെന്ന വിശ്വാസമാണ് കോൺഗ്രസിനുള്ളത്. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചായിരുന്നു കണ്ണൻ ഗോപിനാഥൻ സിവിൽ സർവീസിൽ നിന്ന് 2019 രാജിവെച്ചത്. കഴിഞ്ഞ ഒക്ടോബർ 13 അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നത്. തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയുടെയും മകളുടെയും ആത്മഹത്യയിൽ വിശദീകരണവുമായി ഭർത്തൃ കുടുംബം. വിവാഹബന്ധം വേർപെടുത്താനുള്ള നിയമ നടപടികൾ ആരംഭിച്ചതാണ്. തുടക്കം മുതൽ തന്നെ വിവാഹബന്ധത്തിൽ ഉലച്ചിലുകൾ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ഗ്രീമയുടെ അമ്മ ആത്മഹത്യാ ഭീഷണി മുഴക്കാറുണ്ടായിരുന്നുവെന്ന് ഭർത്തൃ സഹോദരൻ ന്യൂസ് 8-നോട് പറഞ്ഞു.
തിരുവനന്തപുരം കമലേശ്വരത്ത് ദിവസങ്ങൾക്ക് മുമ്പാണ് ഗ്രീമയുടെ അമ്മ സജിതയെയും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. അതുമായി ബന്ധപ്പെട്ട് ഭർത്താവിനെയും ഭർത്താവിൻ്റെ കുടുംബത്തെയും ഒക്കെ വിമർശന മുരയിൽ നിർത്തുന്ന പലതരത്തിലുള്ള ആരോപണങ്ങൾ പല ദിശകളിൽ നിന്ന് വരുന്നു. പൂന്തറ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഗ്രീമയുടെ ഭർത്താവിൻ്റെ സഹോദരൻ എന്നോടൊപ്പം ചേരുന്നു. എന്താണ് ഈ പെട്ടെന്ന് ഇങ്ങനൊരു പ്രകോപനത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്? പ്രകോപനങ്ങൾ ഞങ്ങളുടെ സൈഡിൽ നിന്ന് എന്തായാലും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താണ് ശരിക്കുള്ള കാരണം എന്നുള്ളതും ഞങ്ങൾക്കറിയില്ല. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും അറിയാത്തൊരു കാര്യമാണ്. ഈ ആത്മഹത്യാ കുറിപ്പിലടക്കം ഈ 200 പവൻ സ്വർണമൊക്കെ കൊടുത്താണ് വീടൊക്കെ നൽകിയാണ് വിവാഹം നടത്തിയത്. പക്ഷേ പിന്നീട് മകൾ ഒരു മോഡേൺ ലൈഫ് സ്റ്റൈൽ ആയിരുന്നില്ല നയിച്ചത് എന്ന വിമർശനം തങ്ങളുടെ സഹോദരൻ ഉന്നയിച്ചു എന്നാണ് ഈ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഈ എത്ര പവനാണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ചേച്ചിയുടെ സൂയിസൈഡ് നോട്ടിൽ തന്നെ ആ ഗോൾഡ് 200 പവനോളം അങ്ങനെ എന്തോ ആണ് ടേം യൂസ് ചെയ്തിരിക്കുന്നത്. അത്രത്തോളം അവരുടെ കസ്റ്റഡിയിൽ ഏതോ ലോക്കറിലുണ്ടെന്നോ ആ ലോക്കറിൻ്റെ ഡീറ്റെയിൽസ് സഹിതം അതിലുണ്ട്. അപ്പോൾ അതൊന്നും ഇതിലൊരു ഫാക്ടറായിട്ട് തോന്നുന്നില്ല. ഞങ്ങളത് സ്വീകരിച്ചിട്ടില്ല. അത് ഈവൻ സൂയിസൈഡ് നോട്ടിൽ ക്ലിയറുമാണ്. നമുക്കത് നമ്മളെടുത്തിട്ടോ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമേ നടന്നിട്ടുമില്ല. ഇത് പെട്ടെന്നുണ്ടായ പ്രശ്നമാണ്. ഇവരുടെ വിവാഹം എന്നാണ് കഴിഞ്ഞത്? കല്യാണം 2019 സെപ്റ്റംബറിലാണ് കല്യാണം കഴിഞ്ഞത്. തുടക്കം മുതലേ പാരൻസിൻ്റെ ഇൻ്റർവെൻഷൻ ഭയങ്കര കൂടുതലായിരുന്നു എന്നുള്ളതാണ് ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒട്ടും ഒരു പ്രൈവസി അവർക്ക് കൊടുത്തിരുന്നില്ല എന്നുള്ളത് ആയിരുന്നു തുടക്കത്തിലെ പ്രശ്നം. സംസാരിച്ചിട്ടുണ്ട്, ഫാമിലീസ് തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. ഈവൻ രണ്ട് സ്ഥലത്ത് കൗൺസിലിങ്ങിന്, ഫാമിലി കൗൺസിലിങ്ങിന് 2 ഫാമിലീസും ചേട്ടനും അമ്മയും ചേച്ചിയും ചേച്ചിയുടെ അച്ഛനും അമ്മയും ആയിട്ടൊക്കെ പോയിട്ടുണ്ട്. അത് അപ്പോഴൊക്കെ അവരും കൗൺസിലേഴ്സ് പറഞ്ഞതെന്ന് വെച്ചാൽ ഡിവോഴ്സ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നുള്ള രീതിയിലൊക്കെയാണ് അന്ന് അവർ സംസാരിച്ചത്. അത് ഇവരുടെ ഇടയിലെ പ്രശ്നം കൊണ്ടല്ല, ഈ പേരൻസ് ഇൻവോൾവ് ആകുന്നതുകൊണ്ടുള്ള ഈ നടന്ന കാര്യങ്ങൾ അന്ന് വരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു ഒപ്പീനിയനാണ് അവർ പറഞ്ഞത്. അപ്പം ഇനിഷ്യലി ഇപ്പം നമുക്ക് ഒരു തോന്നൽ, ഇപ്പം ഒരു ചെറിയൊരു ആദ്യം ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അത് നമ്മളെപ്പോഴും ഇഗ്നോർ ചെയ്യുമല്ലോ. പക്ഷെ അങ്ങനെ പല കാര്യങ്ങളായപ്പോഴൊക്കെയാണ് കൗൺസിലിങ്ങിന് പോവുകയും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം, ഒരു ഡിസ്കഷനിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് ചേച്ചി അല്ലെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ആവശ്യത്തിന്, ഇപ്പം എന്തെങ്കിലും അതൊരു വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാവാം, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനിൽ തന്നെ ഒരു നോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ തന്നെ അത് എൻഡ് ചെയ്യുന്നത് സൂയിസൈഡ് ചെയ്യുമെന്ന് അന്നേ തൊട്ടേ പറയുമായിരുന്നു. ആരായിരുന്നു ഇത് പറയുന്നത്? ഗ്രീമയായിരുന്നോ അതോ? 2 പേരും പറയുമായിരുന്നു. അതിലിപ്പം ആൻറ്റി ആണ് കൂടുതലായിട്ട് അത് പറഞ്ഞിട്ടുള്ളത്. എപ്പോഴും ആൻറ്റി നമ്മൾക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൗൺസിലിങ്ങിന് പോയ കാര്യം പറഞ്ഞല്ലോ, കൗൺസിലേഴ്സ് പറഞ്ഞ കാര്യം, അപ്പം നിങ്ങൾ ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുമെന്ന് ആൻറ്റി തന്നെ പറഞ്ഞു. ഞാൻ ഡോക്ടറെ ഉപയോഗിച്ച് പറഞ്ഞു. ഡോക്ടറിൻ്റെ മുന്നിൽ വെച്ചല്ല, അല്ലാതെ അത് കാര്യം പോവാൻ ആദ്യം ഹെസിറ്റൻ്റ് ആയിരുന്നു. എന്നാൽ പിന്നെ പോയിട്ട് വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലത്തെ രീതിയിലുള്ള ടോക്ക് അന്നോട്ടേ ഉണ്ട്. ഇത് വെരി ബിഗിനിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒക്കെയാണ് കൗൺസിലിങ്ങിന് പോയത്. കൗൺസിലിങ്ങിന് പോയതിനു ശേഷം അതേപോലത്തെ ഒരു ഇത് തന്നെയായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ഒപ്പീനിയൻ ആ ഒരു സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഇപ്പം പാരൻസ് ഇത്രയും ഇൻ്റർവീൻ ചെയ്യുന്നു, പ്രൈവറ്റ് ലൈഫ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പം ഒരു മോളുള്ളൊരു പാരൻറ്റ് ഇപ്പം ഓവർ പൊസസീവ്നെസ് ആണ്, ഓക്കെ ആയിക്കോട്ടെ, പക്ഷെ അതിനുള്ള ബേർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് നമ്മളാണ് അത് തെളിയിക്കേണ്ടത് ഒരു കോടതിയിൽ ഒരു ഡിവോഴ്സ് കിട്ടാൻ. ആ ഒരു രീതിയിലൊക്കെയാണ് അത് അന്ന് ആ ഒരു ഒപ്പീനിയൻ എടുക്കാൻ പോയപ്പോൾ അന്ന് കേട്ടത്. തുടർന്ന് ഞങ്ങൾ SNDPയിൽ ഞങ്ങളൊരു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ അതുവരെയുള്ള കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഇതേപോലെ സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടെന്നും അങ്ങനെ പറഞ്ഞ് നമ്മളെ ട്രക്റ്റ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞിട്ട്, അതേപോലെ ഈ വിവാഹത്തിന് അവർ ഇൻ്റർവ്യൂ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അതും നമ്മൾ നേരത്തെ തന്നെ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മളിപ്പം ഇത് നേരെ പോകണം എന്ന് പറയുകയാണെങ്കിൽ ചേട്ടൻ എൻ്റെ അടുത്ത് തിരിച്ച് ചോദിച്ചിട്ടുണ്ട്. അതായത് എപ്പോഴും ഇങ്ങനെ സൂയിസൈഡ് ചെയ്യുമെന്ന് പറയുന്ന ഒരാളുടെ കൂടെ നീ ജീവിക്കുമോ എന്നാണ് എൻ്റെ അടുത്ത് തിരിച്ച് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ. നിങ്ങൾ അവസാനമായിട്ട് എപ്പോഴാണ് ഗ്രീമയും അമ്മയും ഒക്കെ എപ്പോഴാണ് ലാസ്റ്റ് കണ്ടത്? ഞങ്ങൾ കണ്ടത് ചേച്ചി മരിക്കുന്നതിൻ്റെ തലേ ദിവസം, അതായത് ഈ കഴിഞ്ഞ മൺഡേയും ട്യൂസ്ഡേയും ഞാൻ ചേച്ചിയെ കണ്ടിട്ടുണ്ട്. ചേച്ചി ഇവിടെ നമ്മുടെ വീട്ടിൽ ഞങ്ങളുടെ അപ്പച്ചി മരിച്ചതിൻ്റെ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ചേച്ചി വന്നത്. ചേട്ടനും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. അപ്പോഴൊക്കെ കാണുകയും അപ്പച്ചിക്ക് വായിക്കരിയിടുകയും ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു നോർമൽ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും സഹകരിച്ച് ചെയ്യുമായിരുന്നു. ചേട്ടനോട് എന്തെങ്കിലും ലാസ്റ്റ് പറയുകയോ അങ്ങനെ സംസാരിക്കുകയോ മെസ്സേജ് അയക്കുകയോ എന്തെങ്കിലും? അതായത് ഇപ്പം 19th എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൺഡേ അപ്പച്ചി മരിച്ചു.
ട്യൂസ്ഡേ ആണ് ബോഡി എടുത്തത്. ഓക്കെ, അപ്പം ട്യൂസ്ഡേ വൈകിട്ട് തന്നെ ഈ പറഞ്ഞതുപോലെ ചേട്ടൻ്റെ അടുത്ത്, അതായത് ചേട്ടൻ ജനുവരിയിൽ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ കുറച്ചൊന്ന് ക്രിട്ടിക്കൽ അസുഖമായിരുന്ന സമയത്ത് വന്നായിരുന്നു. അപ്പോൾ ചേച്ചി മ്യൂച്വലി ഡിവോഴ്സ് ചെയ്യാം എന്നുള്ള രീതിയിൽ പറയുകയും തുടർന്ന് നമ്മളൊരു അഡ്വക്കേറ്റിനെ പോയി കാണുകയും വക്കാലത്തൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് പോയത്. ആ കാര്യം ഓൾറെഡി പറഞ്ഞിട്ടുമുണ്ട്, ചേച്ചിയുടെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് ഈ ചേച്ചിയുടെ അമ്മ ഈ ബോഡി എടുത്ത ദിവസം വൈകിട്ട്, അതായത് ചേച്ചി ഇപ്പം മരിച്ച ദിവസം അതിൻ്റെ തലേന്ന് ചേട്ടൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വരികയും ചേട്ടൻ പറഞ്ഞു, നമുക്കിപ്പം ഇതല്ല നമ്മൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയല്ല, ഇപ്പോഴല്ല അതിൻ്റെ കറക്റ്റ് ടൈം എന്ന് പറയും. പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഈ കാര്യത്തിൽ നേരത്തെ ഉള്ള അതേ തീരുമാനം, ഡിവോഴ്സ് എന്ന തീരുമാനമാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്നവരടുത്തൊക്കെ ആൻറ്റി, സജിത ആൻറ്റിയാണ് ഇത് സംസാരിച്ചത്, ചേച്ചിയല്ല. ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ മുറ്റത്ത് നിൽക്കുമായിരുന്നു, എൻ്റെ അടുത്ത് ഇങ്ങനെ പോകുന്ന വഴിക്ക് പറഞ്ഞു, നാളെ രാവിലെ വീട്ടിൽ വന്നേക്കണേ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് പോയത്. അതിനുശേഷം അതിലെന്തെങ്കിലും ഒരു അസ്വാഭാവികത തോന്നിയിരുന്നോ? ഇത് വർഷങ്ങളായിട്ട് ഇതേപോലത്തെ കാര്യങ്ങളാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഞാനും മോളും പോവും. ഈവൻ അങ്കിള് മരിച്ചപ്പോൾ, അതായത് ചേച്ചിയുടെ അച്ഛൻ മരിച്ചപ്പോഴും ഞങ്ങൾ രണ്ടുപേരും അങ്ങ് പോവും എന്നുള്ള രീതിയിലുള്ള ടോക്കായിരുന്നു അന്ന് തൊട്ടേ പറയുന്നത്. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി മടങ്ങിയത്. ഭാരതത്തിന്റെ അതിർത്തികളിൽ വീണ്ടും കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് പാകിസ്ഥാൻ പുതിയ പ്രകോപനങ്ങൾക്ക് കോപ്പുകൂട്ടുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും രാഷ്ട്രീയ അസ്ഥിരതയിലും ഉഴലുന്ന പാകിസ്ഥാൻ തങ്ങളുടെ ആഭ്യന്തര പരാജയങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ വീണ്ടും ഭാരതത്തെ ലക്ഷ്യമിടുന്നു എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകുന്ന സൂചന. പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ രൂപീകരിച്ചിട്ടുള്ള ഖാദക് എന്ന പ്രത്യേക യൂണിറ്റ് ജമ്മു രജൌരി സെക്ടറിലെ അതിർത്തി മേഖലകളിൽ വൻ അട്ടിമറി ലക്ഷ്യമിട്ട് നീക്കങ്ങൾ ആരംഭിച്ചതായാണ് വിവരം. സ്വന്തം രാജ്യത്തെ ജനങ്ങൾ പട്ടിണിയിലായിരിക്കുമ്പോഴും ഭീകരവാദത്തിന് പണം വാരിയെറിയുന്ന പാകിസ്ഥാന്റെ ഈ ഇരട്ടത്താപ്പ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയാവുകയാണ്. പാകിസ്ഥാൻ ഇന്ന് നേരിടുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയാണ്. വിദേശ നാണയ ശേഖരം കുത്തനെ ഇടിയുകയും നിത്യോപയോഗ സാധനങ്ങളുടെ വില സാധാരണക്കാരന് താങ്ങാനാവാത്ത വിധം ഉയരുകയും ചെയ്തിട്ടും പാക് സൈനിക നേതൃത്വം തങ്ങളുടെ ഭാരതവിരുദ്ധ അജണ്ട ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഷെഹ്ബാസ് ഷെരീഫ് സർക്കാർ IMF-ൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും വായ്പയായി കൈനീട്ടുമ്പോൾ തന്നെ മറുവശത്ത് ജനറൽ അസീം മുനീർ ഭാരതത്തിന് US-ൽ വീണ്ടും കുടിയേറ്റ പരിശോധനയ്ക്കിടെ കൊലപാതകം. സുരക്ഷാ സേനയുടെ വെടിയേറ്റ് 37കാരൻ മരിച്ചു. ഇമിഗ്രേഷൻ നടപടികൾക്കെതിരെ പ്രതിഷേധിച്ച യുവാവാണ് കൊല്ലപ്പെട്ടത്. ഒരു മാസത്തിനിടെ സമാനമായ രീതിയിൽ നടക്കുന്ന രണ്ടാമത്തെ കൊലപാതകമാണിത്. സേനയ്ക്കെതിരെ ജനം പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അജയ്, ഇതിപ്പോൾ രണ്ടാമത്തെ ആളാണ് കൊല്ലപ്പെടുന്നത് സമാനമായ സംഭവത്തിൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ US സാക്ഷ്യം വഹിച്ചതാണ്. സമാനമായി തന്നെയാണോ ഇപ്പോഴും കാര്യങ്ങൾ? കടുത്ത രീതിയിലുള്ള നടപടികളാണ് അമേരിക്കയിൽ കുടിയേറ്റക്കാർക്കെതിരെ ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപ് നൽകുന്ന സൂചനകൾ അത് ഇനിയും ഇതേപോലെ തന്നെ തുടരും എന്നതാണ്. നിലവിൽ ഉണ്ടായിട്ടുള്ള കൊലപാതകത്തെ തന്നെ ന്യായീകരിച്ചുകൊണ്ടാണ് ട്രംപ് രംഗത്ത് വരുന്നത്. അതായത് രാജ്യത്ത് 12,000-ന് മേലെ കുടിയേറ്റക്കാരായിട്ടുള്ള ക്രിമിനലുകളുണ്ട്. ഇവരാണ് രാജ്യത്ത് അക്രമ സംഭവങ്ങൾ അഴിച്ചുവിടുന്നത്. ഇത്തരത്തിലുള്ള ക്രിമിനൽ ഏലിയൻസിനെ ഉടൻ നാടുകടത്തുമെന്ന് ട്രംപ് എക്സിൽ കുറിച്ചിട്ടുണ്ട്. അതുപോലെ സുരക്ഷാ സേനയ്ക്ക് നേരെ കടുത്ത ആക്രമണങ്ങളാണ് നടക്കുന്നത്. ഇത്തരത്തിൽ ഒരു ആക്രമണം നടന്നതിനെ പ്രതിരോധിക്കുക മാത്രമാണ് മിനിയോപോളിസിൽ ഉണ്ടായതെന്നും ട്രംപ് കുറിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഉണ്ടായിട്ടുള്ള കൊലപാതകത്തിനെയും ട്രംപ് ന്യായീകരിക്കുകയാണ്. എന്തായാലും മിനിയോപോളിസിൽ കഴിഞ്ഞ ഒരു മാസമായി സുരക്ഷാ സേനയുടെ കർശനമായിട്ടുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. കുടിയേറ്റക്കാരെ കണ്ടെത്താനുള്ള പരിശോധനകളും അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഒരു മാസമായില്ല. ഈ ജനുവരി 7-ാം തീയതി ഒരു യുവതി തൻ്റെ കാറിൽ സഞ്ചരിക്കുന്നതിനിടെ സുരക്ഷാ സേന അവരെ പരിശോധിക്കാനായി തടഞ്ഞു നിർത്തുകയും ഇതിൻ്റെ ഭാഗമായി ഉണ്ടായ തർക്കത്തെ തുടർന്ന് ഇവരെ വെടിവെച്ച് കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഈ സംഭവത്തെ ട്രംപ് ന്യായീകരിച്ചത് സുരക്ഷാ സേനയെ കാറിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനെ തുടർന്നാണ് ഇവരെ കൊലപ്പെടുത്തിയതെന്നാണ്. ഈ സംഭവത്തിൽ പറയുന്നത് ഈ യുവാവ് പോലീസ് സേനയ്ക്ക് നേരെ വെടിയുതിർത്തു. അപ്പോൾ സ്വയം പ്രതിരോധം എന്നുള്ള നിലയ്ക്കാണ് ഈ യുവാവിനെ കൊലപ്പെടുത്തിയതെന്നാണ് ട്രംപ്
നിലവിലെ സംഭവത്തിൽ നൽകുന്ന വിശദീകരണം. എന്തായാലും ഈ യുവാവിൻ്റെ കൈവശം ഒരു തോക്കുണ്ടായിരുന്നു. ഈ തോക്ക് ഉയർത്തിയായിരുന്നു ഇയാൾ പ്രതിഷേധിച്ചിരുന്നത് ഈ കുടിയേറ്റ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ. അപ്പോൾ ഈ പോലീസ് ദൃക്സാക്ഷികൾ പറയുന്നത് പോലീസ് ഇയാളുടെ കയ്യിൽ നിന്ന് ഈ തോക്ക് വാങ്ങിച്ച് ഇയാൾക്ക് നേരെ തന്നെ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. എന്തായാലും ഈ യുവാവ് 37-കാരനായ ഈ യുവാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ മിനിയാപോളിസ് നഗരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. ജനങ്ങൾ തെരുവിലിറങ്ങി പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തി ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം നടത്തുകയാണ്. ഈ ജനങ്ങളെ തുരത്താനായി സുരക്ഷാ സേന, ഈ ഹോം ഗാർഡ് സേന അവിടെ കണ്ണീർ വാതക ഷെല്ലുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കടുത്ത രീതിയിലുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം ആളിക്കത്താൻ തന്നെയാണ് സാധ്യത. ശരി, അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു. കാനഡയ്ക്ക് നേരെ താരിഫ് ഭീഷണിയുമായി US പ്രസിഡന്റ് രംഗത്ത് വന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ചൈനയുമായി വ്യാപാര കരാർ ഉണ്ടാക്കിയാൽ കാനഡയിൽ നിന്നുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 100% അധിക ചുങ്കം ചുമത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. നേരത്തെ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ചൈന സന്ദർശിക്കുകയും ബെയ്ജിങ്ങിനെ വിശ്വസ്തനായ പങ്കാളിയെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. ചൈനീസ് നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ യൂറോപ്യൻ നേതാക്കളോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ചൈന കാനഡയെ ഉപയോഗിച്ച് അമേരിക്കയിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുമെന്നും അതിന് സാഹചര്യമൊരുക്കാൻ അനുവദിക്കില്ലെന്നുമാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ തീവ്ര വർഗീയ പരാമർശവുമായി ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥി 80% മുസ്ലിങ്ങളുള്ള രാജ്യത്തെ പാർലമെന്റിൽ മറ്റു മതത്തിലെ ഒരാളും എത്താൻ അനുവദിക്കരുത് എന്നാണ് സ്ഥാനാർത്ഥി അഫ്സൽ ഹുസൈൻ്റെ ആഹ്വാനം. രാജ്യഭരണം ഖുറാൻ അനുസരിച്ച് മാത്രമേ നടപ്പാക്കാൻ പാടുള്ളൂവെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ജമാഅത്തെ ഇസ്ലാമി നേതാവ് പറയുന്നു. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ഇതൊരു വല്ലാത്ത വർഗീയ പരാമർശമാണ്. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്. എന്താണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ബംഗ്ലാദേശിൽ തീവ്ര വലതുപക്ഷ വിഭാഗം, അതുപോലെ തന്നെ അവിടെ ഈ ഹിന്ദു വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന പാർട്ടികൾക്കെല്ലാം വലിയ രീതിയിലുള്ള പ്രചാരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഈ നിലവിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങളുടെ ഭാഗമായി അവരുടെ ശക്തിയും വല്ലാത്ത രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. മുൻപ് BNPയുമായി ഒരു സഖ്യമായി ചേർന്നൊക്കെ ഇവർ തെരഞ്ഞെടുപ്പിനെ നേരിടുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തക്കവണ്ണമുള്ള കരുത്ത് ജമാഅത്തെ ഇസ്ലാമി എടുത്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള തീവ്ര നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുന്ന പാർട്ടിയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു തീവ്ര മത വർഗീയത തന്നെയാണ് രാജ്യത്ത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. വരാനിരിക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവിടെയുള്ള ബാർഗുണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്ന അഫ്സൽ ഹുസൈൻ എന്ന് പറയുന്ന വ്യക്തിയാണ് നിലവിലെ വർഗീയ പരാമർശങ്ങൾക്ക് പിന്നിൽ. അദ്ദേഹം പറയുന്നത് ബംഗ്ലാദേശിൽ 80% മുസ്ലിങ്ങളാണ്. ഈ മുസ്ലിങ്ങൾ കൂടുതലുള്ള രാജ്യത്ത് നടക്കേണ്ടത് ഈ ഖുറാൻ കേന്ദ്രീകരിച്ചുള്ള, ഖുറാനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പാർലമെൻറ്റ് ഭരണമാണ് ബംഗ്ലാദേശിൽ നടക്കേണ്ടത്. അതിനുവേണ്ടി ജമാഅത്തെ ഇസ്ലാമിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ 80% മുസ്ലിം പോപ്പുലേഷനുള്ള രാജ്യത്ത് ഒരു അവിശ്വാസി പോലും ഈ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടുകൂടാ. അതായത് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് മറ്റ് മതസ്ഥരെ ഒന്നും തെരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കരുത്, അവരൊന്നും പാർലമെൻറ്റിൽ ആർക്കും അവരുടെ ഒരു പ്രാതിനിധ്യം ഉണ്ടാകരുത് എന്ന് തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല ബംഗ്ലാദേശിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. ഇതിന് കാരണം ഈ മതപരമായിട്ടുള്ള ഒരു ഭരണമല്ല രാജ്യത്ത് നടക്കുന്നത്. ഇതാണ് ഇതിന് കാരണം. അതുകൊണ്ട് ഖുറാൻ അടിസ്ഥാനമാക്കിയുള്ള ശിക്ഷാവിധികളും രാജ്യത്ത് നടപ്പിലാക്കണമെന്നും ഈ അഫ്സൽ ഹുസൈൻ എന്ന് പറയുന്ന ഈ വ്യക്തി പറഞ്ഞു വയ്ക്കുകയാണ്. എന്തായാലും BNP എന്ന് പറയുന്ന പാർട്ടി ഇത്തവണ ബംഗ്ലാദേശിൻ്റെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഒറ്റയ്ക്കാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി വർഷങ്ങളായി ഉണ്ടായിരുന്ന സഖ്യം അവർ ഉപേക്ഷിക്കുന്നതായിട്ട് അവരുടെ പ്രസിഡൻ്റായിട്ടുള്ള താരിഖ് റഹ്മാൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ പാർട്ടിക്ക് തന്നെയാണ് നിലവിൽ ബംഗ്ലാദേശിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത്. എന്നാലും തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യ എതിരാളിയായി ഈ ജമാഅത്തെ ഇസ്ലാമി നിലനിൽക്കുന്നുണ്ട്. അവരുടെ ഭാഗത്തേക്ക് കൂടുതൽ സീറ്റുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ എന്തായാലും ബംഗ്ലാദേശിൽ നിലവിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അത് കൂടാൻ തന്നെയാണ് സാധ്യത. തീർച്ചയായും അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു. കിളിമാനൂർ വാഹന അപകടത്തിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കേസ് അന്വേഷണത്തിൽ പോലീസ് വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി വീശിയത്. പരിക്കേറ്റ രജത്തിന്റെ മരണത്തിന് കാരണം ചികിത്സാ പിഴവെന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. ദമ്പതികളുടെ മരണത്തിനിടയാക്കിയ ഈ കേസിൽ ഒന്നാം പ്രതി കാരക്കോണം സ്വദേശി വിഷ്ണു പിടിയിലായി. 20 ദിവസം ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ ആറ്റിങ്ങൽ DYSPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് പിടികൂടിയത്.
മന്ത്രി റോഷി അഗസ്റ്റിന് നേരെയും യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. മന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് പ്രവർത്തകർ ചാടി വീഴുകയായിരുന്നു. അത് മീനച്ചിൽ കുടിവെള്ള പദ്ധതിക്കായി വെട്ടിപ്പൊളിച്ച റോഡുകൾ ടാർ ചെയ്തില്ല എന്നതിൽ പ്രതിഷേധിച്ചാണ്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോബിസ് ജോസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. തിരുവനന്തപുരം വിതുരയിൽ കാട്ടാന ശല്യം രൂക്ഷം. വിതുര തെന്നൂർ കോമ്പ്രാംകല്ല് ഇലവിൻമൂട് ഭാഗത്തെ ഉന്നതികളിലാണ് സ്ഥിരമായി കാട്ടാനകൾ ഇറങ്ങുന്നത്. പടക്കം പൊട്ടിച്ചിട്ടും ആനകൾ കാട് കയറാൻ കൂട്ടാക്കാറില്ല. അരയക്കുന്ന്, തലത്തുതക്കാവ്, കളത്തോട്, തണ്ണിപ്പെട്ടി, ഇലവിൻമൂട് തുടങ്ങിയ മേഖലകളിലും കാട്ടാന ഭീഷണിയുണ്ട്. നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഈ പ്രദേശങ്ങളിലായി ജീവിക്കുന്നത്. പരിമിതികളെ മറികടന്ന് പാലക്കാട്ട് ഭിന്നശേഷിക്കാരുടെ വീൽചെയർ ശിങ്കാരിമേളം പൂമ്പാറ്റ എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ നിരവധി പ്രതിഭകൾ പങ്കാളികളായി. അംഗപരിമിതികളെ മറികടന്ന് ഒരു കൂട്ടം ഭിന്നശേഷിക്കാർ ചെണ്ടയിൽ കൊട്ടിക്കയറിയത് ആസ്വാദനത്തോടൊപ്പം ഇച്ഛാശക്തിയുടെയും കരുതലിന്റെയും നേർക്കാഴ്ചയായി. ചെർപ്പുളശ്ശേരി പേങ്ങാട്ടിരിയിലാണ് ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മയായ പൂമ്പാറ്റ ടീം വീൽചെയർ ശിങ്കാരിമേളത്തിൽ വാദ്യവിസ്മയം തീർത്ത് അരങ്ങേറ്റം കുറിച്ചത്. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലെ ഭിന്നശേഷിക്കാരുടെ ശിങ്കാരിമേളം ഗ്രൂപ്പാണ് പൂമ്പാറ്റ ടീം. തൃശൂർ സ്വദേശിയായ പെബിൻ ജോർജ് എന്ന അധ്യാപകന്റെ ശിക്ഷണത്തിലാണ് ഇവർ പരിശീലിച്ചു വരുന്നത്. ന്യൂസ് 18 പാലക്കാട്. 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സുമായി KP അഭിലാഷ് ചേരും.